ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ ചോരുമോ, അപ്പുറത്തേക്ക് പോകുമോ, ക്രോസ് വോട്ടിംഗ് നടക്കുമോ എന്ന ആശങ്ക ഉണ്ടോ? ഒരു കാരണവശാലും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ ചോരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിനുള്ള എല്ലാ പഴുതുകളും ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരുടെ യോഗം ചേർന്നിരുന്നു. വോട്ട് എങ്ങനെ ചെയ്യണമെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. വോട്ട് ഒരു കാരണവശാലും അസാധുവാകാതെ കൃത്യമായി ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന രീതിയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന എംപിമാർക്ക് അതിൻ്റെ പരിശീലനം നൽകിക്കഴിഞ്ഞു. ഡമ്മി ബാലറ്റ് ഇന്നലെ എല്ലാ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർക്ക് കൊടുത്തു. എൻ ഡി എയുടെ വോട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടോ? എൻ ഡി എയുടെ വോട്ട് ചോരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് മുഴുവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഇന്നത്തെ അവരുടെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ സുതാര്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ ഇന്നത്തെ നിലപാടിനോട് വിയോജിക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക. രഹസ്യമായത് അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്രമമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ സുദർശൻ റെഡ്ഡി എല്ലാ എം പിമാർക്കും, ഈ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിലെയും എൻ ഡി എയിലെയും എല്ലാ എം പിമാർക്കും കത്തെഴുതിയിട്ടുണ്ട്, സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എല്ലാ എം പിമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കത്തയച്ചു. രാജ്യത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, പാർട്ടികൾക്ക് വേണ്ടിയല്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ പറയുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്തും ഐക്യവും ഇന്ന് വെളിപ്പെടും. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു മത്സരത്തിന് രംഗത്തിറങ്ങിയില്ല, മറിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി നടത്തുന്ന എൻ ഡി എ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിനെതിരായുള്ള ഒരു പോരാട്ടമാണ്, SIR ഉൾപ്പെടെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം. അത് വിജയിക്കുന്നതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരു വോട്ടും ചോരാൻ സാധ്യതയില്ല. ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭ്യമാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം അതിൻ്റെ കരുത്ത് തെളിയിക്കുമെന്നുള്ളതാണ്. വോട്ട് അസാധുവാകാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ ഒരു അമളി പറ്റാറുണ്ട്. അതിനുള്ള എല്ലാ പഴുതും അടച്ചിട്ടുണ്ട്. അല്ല, ഇന്നലെ വൈകുന്നേരം പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിൽ ഏതാണ്ട് 300-320 എം പിമാർ പങ്കെടുത്തിരുന്നു. മുഴുവൻ എം പിമാരെയും ഇന്നലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്ത് പര്യടനത്തിലായിരുന്ന പല എം പിമാരും അവരുടെ ആ ട്രിപ്പെല്ലാം വെട്ടി ചുരുക്കി അവരെല്ലാം ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്താൻ പറഞ്ഞിരുന്നു. എല്ലാവരും എത്തി. 2:30 ചേർന്ന മോക്ക് വോട്ടിംഗ് പ്രോസസ്സിൽ മിക്കവാറും ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ എം പിമാരും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും പങ്കെടുക്കുകയുണ്ടായി. ഇന്നലെ സോണിയാജി, അതുപോലെ തന്നെ ഖാർഗെ, അതുപോലെ ശരത് പവാർ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്നലത്തെ മോക്ക് വോട്ടിങ്ങിൽ പങ്കെടുത്ത് എം പിമാർക്ക് ആവേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ ഡമ്മി ബാലറ്റ്, ഇന്ന് തരുന്ന ഒറിജിനൽ ബാലറ്റിൻ്റെ ഡമ്മി ബാലറ്റ് ഞങ്ങൾ എം പിമാർക്ക് നൽകിയിരുന്നു. അതിലെങ്ങനെ വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകി അവരെ ചെയ്തിരുന്നു.